തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും വർണ്ണശബളമായ ചിത്രം തെളിയുന്നു. പൂരത്തിലെ കുടമാറ്റം, തിരുവമ്പാടിയും പാറയമേക്കാവും ചേർന്ന് ഒരുക്കുന്ന വർണ്ണങ്ങളുടെ വിസ്മയം, പരസ്പരമുള്ള വർണ്ണങ്ങളുടെ കുടകൾ ഉയർത്തി ഉള്ള മത്സരം, മത്സരത്തെക്കാൾ ഉപരി ഭാവനയുടെയും കരുതലിൻ്റെയും ഒരു പുതിയ ചിത്രവുമായിട്ടുള്ള രണ്ട് വിഭാഗങ്ങളുടെയും പരസ്പരമുള്ള ബോധ്യപ്പെടുത്തൽ. അങ്ങനെ കുടമാറ്റം തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും അവിഭാജ്യ ഘടകമായി മാറുന്നു. പൂരത്തിൻ്റെ ഏറ്റവും നല്ല കാഴ്ചകളിലേക്കുള്ള ഒരു യാത്രയായി മാറുന്നു കുടമാറ്റം. 1950കളിൽ മാത്രമാണ് കുടമാറ്റം തുടങ്ങിവെച്ചത്. അന്ന് തിരുവമ്പാടിയുടെ പ്രസിഡന്റായിരുന്ന ഉള്ളാട്ടിൽ കണ്ടർ മേനോൻ ഒരു ജോഡി പച്ചക്കുടകൾ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചു. പാറയമേക്കാവുകാർ അതൊട്ടും പ്രതീക്ഷിച്ചില്ല. ഈ കുടകൾ രഹസ്യമായാണ് നിർമ്മിച്ചത്, ഊരകത്താണ് കുട നിർമ്മിച്ചത്. അങ്ങനെ കുട നിർമ്മിച്ചു കഴിഞ്ഞ് കുട പ്രദർശിപ്പിച്ചപ്പോൾ പാറയമേക്കാവിന് മറുപടി ഇല്ലാതായി. 1954 ഇതൊരു മത്സരമായി മാറി. തിരുവമ്പാടി കുട മാറ്റിയപ്പോൾ പാറയമേക്കാവിന് മറുപടിയില്ലായിരുന്നു. പക്ഷേ പാറയമേക്കാവ് 14 കൂട്ടാനകളുടെ പുറത്ത് കോലം കയറ്റി തിരിച്ചടിച്ചു. അങ്ങനെ 14 ആനകൾക്ക് പുതിയ രൂപം നൽകാൻ കഴിഞ്ഞു. ആദ്യത്തെ തവണ പാറയമേക്കാവുകാർ മോശമാക്കിയില്ല. തിരുവമ്പാടിക്കാർ പച്ചക്കുടകൾ കൊണ്ടുവന്നപ്പോൾ പൂരം കാണാൻ വന്ന ആളുകളുടെ ഓലക്കുടകൾ ആനകളുടെ പുറത്ത് കയറ്റി പച്ചക്കുടകളേക്കാൾ പ്രധാനമാണ് ഓലക്കുടകൾ എന്ന് തെളിയിച്ചു. അങ്ങനെ മത്സരം വർഷം തോറും പുരോഗമിച്ചു വന്നു. എന്തിന് ഒരു വിഭാഗം ഏതു തരം കുടകളാണ് നിർമ്മിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള പരസ്പരമുള്ള രഹസ്യ അന്വേഷണങ്ങൾ പോലും ഇരു വിഭാഗങ്ങളും തമ്മിലുണ്ടായി. അങ്ങനെ കുട മാറ്റം ഒരർത്ഥത്തിൽ വലിയ മത്സരമായിട്ട് മാറി. ഇന്ന് ഈ കുടകളുടെ തുണിക്ക് വേണ്ടിയും മത്സരങ്ങളുണ്ടായി. സാറ്റിൻ തുണി ആദ്യമായി പരിചയപ്പെടുത്തിയത് തിരുവമ്പാടി വിഭാഗമാണ്. പക്ഷേ തിരുവമ്പാടി വിഭാഗം ഒരു സാറ്റിൻ തുണി ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള വിവരം കിട്ടിയപ്പോൾ പാറയമേക്കാവ് വിഭാഗത്തിൻ്റെ ആളുകൾ ആ ടൈലറുടെ അടുത്തേക്ക് പോയപ്പോൾ അദ്ദേഹം ആ വിവരം പറയാൻ കൂട്ടാക്കിയില്ല. അവസാനം തിരുവമ്പാടി വിഭാഗം ഈ തുണികളുടെ ബാക്കി ഭാഗങ്ങൾ അവർ വേസ്റ്റായി തള്ളിയ സ്ഥലത്ത് നിന്ന് ഏതാണ് തുണി എന്ന് അവർ കണ്ടെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ മത്സരം മറ്റൊരർത്ഥത്തിൽ പുരോഗമിച്ചത്. അത് പിന്നീട് അതിരുകളില്ലാത്ത ഒരു മത്സരമായി, അത് വീറിനേക്കാൾ ഉപരി പരസ്പരമുള്ള പകയോടുള്ള മത്സരമായി മാറിയപ്പോൾ തിരുവമ്പാടിയുടെയും പാറയമേക്കാവിൻ്റെയും ഭാരവാഹികൾ കുടമാറ്റത്തിന് നിബന്ധനകളുണ്ടാക്കി. ആ നിബന്ധന 1965 പുറത്തു വന്നത്. ആ നിബന്ധന അനുസരിച്ച് കുടമാറ്റത്തിൽ ഏറ്റവും ആദ്യം കുട ഉയർത്തുന്നത് തിരുവമ്പാടി വിഭാഗമായിരിക്കും. തിരുവമ്പാടി വിഭാഗം കുട ഉയർത്തുമ്പോൾ അവർ ഏറ്റവും ആദ്യത്തെ കുട എങ്ങനെയാണോ ഉയർത്തിയത് അത് പച്ചക്കുടകളായിരുന്നു. തിടമ്പേറ്റിയ ആനയ്ക്ക് ചുവന്ന കുടയും അങ്ങനെ തന്നെ തുടങ്ങണം എന്ന് നിഷ്കർഷിച്ചു. അന്നൊക്കെ 11 സെറ്റ് 12 സെറ്റ് കുടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് 70 സെറ്റുകളിലേക്ക് വളർന്നു. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ കുടകളിലേക്ക് പലതരത്തിലുള്ള ഭാവനകൾ ഉയർന്നു വന്നു. നാം കാണാത്ത പലതരത്തിലുള്ള ആശയങ്ങൾ ഈ കുടയിലൂടെ എഴുന്നള്ളി. അത് ആളുകൾക്ക് കാണുന്നതിൽ അത്ഭുതങ്ങളുണ്ടാക്കി, വിസ്മയങ്ങളുണ്ടാക്കി. അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞു. നമ്മുടെ കാലത്താകട്ടെ, ഈ കാലത്താകട്ടെ LED കുടകളിലൂടെയാണ് ആ പരീക്ഷണം പിന്നീട് അവർ തുടർന്ന് വന്നത്. അങ്ങനെ കുടയുടെ കാര്യത്തിൽ ഇരു വിഭാഗങ്ങളും തമ്മിൽ ഒരു ആരോഗ്യകരമായ മത്സരം നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട നിർമ്മാണം തന്നെ ആഴ്ചകളോളം എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇപ്പോൾ നാം ഈ പൂരത്തിൻ്റെ നടുവിൽ കാണുന്ന ഈ പുരുഷാരം,
ഈ കുടകളുടെ സൗന്ദര്യം മാത്രമല്ല ദർശിക്കുന്നത്, ഈ കുടകൾ ചൂടി നിൽക്കുന്ന ഗജവീരന്മാരുടെയും ഈ കുടകളുടെ പുറത്തുള്ള ആലവട്ടങ്ങളുടെയും വെൺചാമരങ്ങളുടെയും സൗന്ദര്യം കൂടി അവർ കാണുന്നു. 15 ആനകൾ ഒരുമിച്ച് നിൽക്കുമ്പോഴുണ്ടാകുന്ന ആ അനുഭൂതിയെ അവർ ഉൾക്കൊള്ളുന്നു. അങ്ങനെ കുടമാറ്റം യഥാർത്ഥത്തിൽ വർണ്ണങ്ങളുടെ അതുപോലെ തന്നെ കാണികളുടെ ഒരു എല്ലാ അർത്ഥത്തിലും അവരെ സംബന്ധിച്ചിടത്തോളം വർണ്ണത്തിൻ്റെയും ഭാവനയുടെയും വിശുദ്ധിയുടെയും ഒക്കെ ഒരു പുതിയ ഒരു വേദിയായി തെക്കേ ഗോപുരനട മാറുന്നു. ഇപ്പോൾ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ കുടകൾ ഉയർന്നു കഴിഞ്ഞു. നീലക്കുടകൾ, സാറ്റിനിലുള്ള നീലക്കുടകൾ. ഇനി അതിന് മറുപടിയായി പാറമേക്കാവ് വിഭാഗം പുതിയ കൊടികൾ ഉയർത്തും. ഈ നീലക്കുടകളുമായി നെറ്റിപ്പട്ടവും അണിഞ്ഞു നിൽക്കുന്ന ആനകൾക്ക് അസുലഭമായൊരു ഭംഗിയാണ്. നാം ഇതുവരെ കാണാത്ത ഒരു ഭംഗി, ഇതുവരെ കാണാത്ത ഒരു രൂപം. കാരണം അവർ സുന്ദരന്മാരായിട്ട് മാറിയിരിക്കുന്നു. ആനകൾ ഓരോന്നും നെറ്റിപ്പട്ടവും വെൺചാമരവും ആലവട്ടവും കുടകളുമായി അവരെല്ലാവരും ഒരു സൂപ്പർ സ്റ്റാറായിട്ട് മാറിയിരിക്കുന്നു. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം നടന്മാരെക്കാൾ കൂടുതൽ സൂപ്പർ സ്റ്റാറുകൾ ആനകളാണ്. നമ്മളെല്ലാവരും വിചാരിക്കുന്നേക്കാൾ കൂടുതൽ തെച്ചുകോട്ട് കാവ് രാമചന്ദ്രനും ശിവസുന്ദരനും അതുപോലെ തന്നെ അർജുനനും ഒക്കെ ആരാധക സമൂഹമുണ്ട്. ഈ ആരാധകർക്ക് പരസ്പരം അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അവരുടെ ആനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആന. അവരുടെ ആനയുടെ കൊമ്പുകളാണ് എടുത്തകന്ന കൊമ്പുകൾ. അവരുടെ ആനയുടെ കണ്ണുകളാണ് തേൻ നിറമുള്ള കണ്ണുകൾ. അവരുടെ ആനയുടെ അമരമാണ് ഏറ്റവും ഭംഗിയുള്ള അമരം. ഇങ്ങനെയാണ് ആ സങ്കല്പങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആനയുടെ ഭ്രാന്ത് അമിതാവേശമായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇപ്പോൾ തിരുവമ്പാടി വിഭാഗം ചുവന്ന കുടകൾ ഉയർത്തിയിരിക്കുന്നു. അതിന് മറുപടിയായി പാറമേക്കാവ് എന്ത് കുടകളാണ് ഉയർത്തുന്നത് നമുക്ക് കാണാം. പാറമേക്കാവ് വിഭാഗം ഉയർത്തിയിരുന്നത് പല വർണ്ണങ്ങളിലുള്ള കുടകളാണ്. ഈ മത്സരം ഇനി അങ്ങനെ പുരോഗമിക്കുന്നു. തൃശ്ശൂർ പൂരത്തിൽ വർണ്ണവിസ്മയം തീർത്ത കുടമാറ്റം പുരോഗമിക്കുന്നു. വിവിധങ്ങളായ കുടകൾ മാറ്റി മാറ്റി ഉയർത്തിക്കൊണ്ടാണ് പാറമേക്കാവും തിരുവമ്പാടിയും. പൂരം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ആശങ്കകൾക്കിടയിലും എത്രയോ മാസങ്ങൾക്ക് മുമ്പാണ് ഈ കുടകൾ ഒരുങ്ങുന്നത്, കുടകൾ പുതുക്കുന്നത്, കുടകളുടെ ഫ്രെയിമുകൾ മാറ്റുന്നത്, കുടകളുടെ ഉള്ളിൽ ആശയങ്ങൾ, അതിലുള്ള ചർച്ചകൾ നടക്കുന്നു. എന്തെല്ലാം ആശയങ്ങൾ കൊണ്ടുവരണം. രാജസൂയത്തിൻ്റെ കൊണ്ടുവരുന്നുണ്ട്, പൂരത്തിൻ്റെ ഇടയിൽ കൊണ്ടുവരുന്നുണ്ട്, ശിവപാർവതിമാരുടെ സങ്കല്പങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, കൃഷ്ണൻ ഗോവർദ്ധനഗിരി ചൂടിയ ചിത്രങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പാശുപതാസ്ത്രം പ്രയോഗിച്ചത് പൂരത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ പൂരത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പുരാണങ്ങളുടെ ആശയങ്ങൾ പോലും ഈ പൂരങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരുന്നുണ്ട്. ഇത്തവണ ഇവിടെ എഴുന്നള്ളിക്കുന്ന ഒരു ആശയങ്ങളിൽ ഒന്ന് ശക്തൻ തമ്പുരാൻ്റെ ഒരു കുടയാണ്. ശക്തൻ തമ്പുരാൻ കുടയിലേക്ക് പുനർജനിച്ചു വരുന്ന ഒരു ചിത്രം നമുക്ക് ഈ കുടമാറ്റത്തിൻ്റെ ഇടയിൽ നമുക്ക് കാണാനായി കഴിയും. അങ്ങനെ ഏകദേശം നമ്മൾ 75 സെറ്റ് കുടകൾ തയ്യാറാക്കിയാൽ തന്നെ ഈ കുടകളുടെ ഓരോ ഭാഗത്തിനും അതിൻ്റെ അലുക്കുകൾക്ക്, അതിൻ്റെ തുണിക്ക്, അതുപോലെ തന്നെ അതിൻ്റെ പിടികൾക്ക് എല്ലാം വളരെ ഭംഗിയുള്ള ഒരുപാട് അലങ്കാരങ്ങൾ അതിന് ആവശ്യമായിട്ട് വരുന്നു. ഇതെല്ലാം അത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതിന് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ കുടനിർമ്മാണം എന്ന് പറയുന്നത് ഇരുവിഭാഗവും
രഹസ്യമാക്കി വെക്കുകയാണ് പതിവ്. തങ്ങളുടെ കുടകൾ മറ്റു വിഭാഗങ്ങൾ കാണരുത് എന്നുള്ള ഒരു വലിയ നിർബന്ധ ബുദ്ധി അതിൻ്റെ പിന്നിലുണ്ട്. നാം ഇപ്പോൾ കാണുന്നത് 2 നിലയുള്ള കുടകളാണ്. ഇനി 3 നിലയുള്ള കുടകളും ഇതിൻ്റെ പിന്നാലെ വരും. ഇപ്പോൾ 2 നിലയുള്ള വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള കുടകൾ തിരുവമ്പാടി വിഭാഗമാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്, പരിചയപ്പെടുത്തിയത്, പ്രദർശിപ്പിച്ചത്. ഇനി അതിന് പിന്നാലെ പാറമേക്കാവ് വിഭാഗവും 2 or 3 നിലയുള്ള കുടകൾ അവർ മുമ്പിൽ കൊണ്ടുവരുമെന്ന കാര്യം ഉറപ്പാണ്. ഒരു 30-40 വർഷങ്ങൾക്ക് മുമ്പ് 10 സെറ്റ് കുടകൾ മാത്രം മതിയാകുമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ ഇരട്ടിയായി. ഓരോ വിഭാഗവും ഒരുക്കേണ്ട കുടകളുടെ എണ്ണം 700-നും 800-നും ഇടയ്ക്കാണ്. ഓരോ കുടയ്ക്കും 1000-ങ്ങളൊന്നുമല്ല ഒരു കുടയുടെ വില. അത് 15,000-ലും 16,000-ലും ഇന്ന് എത്തി നിൽക്കുന്നു. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപയാണ് കുടകൾക്ക് വേണ്ടി മാത്രം ഈ 2 ദേവസ്വങ്ങൾ ചെലവഴിക്കുന്നത്. ഓരോ കുടയും യഥാർത്ഥത്തിൽ ദേവസ്വങ്ങളല്ല ചെലവഴിക്കുന്നത്, ഓരോ കുടുംബവുമാണ് ഈ കുടകൾ ക്ഷേത്രങ്ങൾക്ക് നേരുന്നത്. ഓരോ വർഷവും ഓരോ കുടുംബവും ഞാൻ ഇന്ന് ക്ഷേത്രത്തിന് ഒരു കുട നൽകുമെന്ന് അവർ അവിടെ ദേവസ്വത്തിൽ ചെന്ന് അറിയിക്കുന്നു. അങ്ങനെയാണ് പുതിയ കുടകൾ ജന്മമെടുക്കുന്നത്.